സഹോദരന്മാരെ, ചിലത് കാണുമ്പോ കുറച്ച് ഓവറായി പോകുന്നുണ്ടോ എന്നൊരു സംശയം. അനക്കുള്ള സംശയമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളെ റഹീം സൗദി അറേബ്യയിലെ ജയിലിൽ 20 വർഷം കടന്ന് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വന്ന്. ആ നാട്ടിലേക്ക് വരാനുണ്ടായ കാരണം എന്നാ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഭാഗമായി, അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഭാഗമായി, അതേപോലെ കേരളീയ പൊതുസമൂഹത്തിന്റെ നല്ല മനസ്സിന്റെ പ്രാർത്ഥനയും അതേപോലെ സഹായത്തിന്റെയും ഭാഗമായിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നത്. ആ വന്ന അദ്ദേഹത്തെ അതിഗംഭീരമായ സ്വീകരണം നൽകി, നാട്ടുകാർ മുഴുവനും പങ്കെടുത്ത സ്വീകരണം നൽകി അദ്ദേഹത്തെ അഭിനന്ദിച്ച്, അതിനുവേണ്ടിയിട്ട് പ്രവർത്തിച്ച, അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ബോബി ചമ്മണ്ണൂർ അടക്കം പങ്കെടുത്ത് അദ്ദേഹത്തെ വരവേറ്റ്. നല്ല കാര്യമാണ്. അത് അദ്ദേഹവും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതിലൊന്നും അഭിപ്രായ വ്യത്യാസം ഇല്ല. എന്നാൽ അതിനുശേഷം കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തെ വലിയ വലിയ ആൾക്കാർ പോയിട്ട് അങ്ങോട്ട് പോയിട്ട് സന്ദർശിക്കുന്നു, അദ്ദേഹം പോയിട്ട് സന്ദർശിക്കുന്നു, പല പരിപാടിയിലും പോയിട്ട് മാലയിട്ട് കൊടുക്കുന്നു, പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് സ്വീകരണം കൊടുക്കുന്നു, പല പള്ളിയിലെ മിമ്പറിന്റെ ഉള്ളിൽ ഇദ്ദേഹം ഇറങ്ങി വരുന്നു. ഇങ്ങനെയെല്ലാം കാണുമ്പോൾ ഇത് കുറച്ച് ഓവറായി പോയില്ലേ എന്നൊരു സംശയം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇദ്ദേഹം ഒരു കുറ്റക്കാരനല്ലേ? 2-3 ദിവസം മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ യോഗം നടക്കുന്നു. അത് യോഗം നടന്നതിന് ശേഷം അതിലെ പണ്ഡിതന്മാർ സയ്യിദന്മാർ നടത്തുന്ന വാർത്താ സമ്മേളനത്തിന്റെ നടുക്കൂട്ടെ ഇദ്ദേഹത്തിന്റെ തലേന്ന് ഇത് പൊന്തി വരുന്നു. ആ ഫോട്ടാണ് ഇത്. അത് കഴിഞ്ഞ് ഇന്നലെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങുന്നു, അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന ഫോട്ടോ പങ്കുവെക്കുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തുമായിട്ട് അവിടെ മർക്കസിലേക്ക് പോകുന്നത് വീഡിയോ ചിത്രീകരിച്ചിട്ട് അത് റീലാക്കിയിട്ട് എന്ത് ചെയ്ത് പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം കുറച്ച് ഓവർ തന്നെയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബഹുമാനങ്ങളും അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്വീകരണം നല്ലതാണ്. പക്ഷെ ഇത്രമാത്രം ഓവറാക്കേണ്ട ആവശ്യമുണ്ട്? അദ്ദേഹം ഒരു തെറ്റുകാരനല്ലേ? അദ്ദേഹം കുറ്റം ചെയ്ത വ്യക്തിയല്ലേ? അദ്ദേഹത്തെ വെറുതെ എല്ലാവരും സൗദി അറേബ്യയിലെ ജയിലിൽ പിടിച്ചിട്ടാണ്. അദ്ദേഹം ഒരു സൗദി പയ്യനെ കൊന്ന കേസിലെ പ്രതിയല്ലേ? അവിടുത്തെ നിയമപ്രകാരം അദ്ദേഹത്തിന് വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൽ നിന്ന് തലനായികക്കിടയിൽ എന്ത് ചെയ്ത് അദ്ദേഹം രക്ഷപ്പെട്ട് നാട്ടിലേക്ക് വന്നതല്ലേ? മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇവിടെ അദ്ദേഹം ചെയ്തത് കരുതിക്കൂട്ടി ചെയ്തതല്ല എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, എങ്ങനെയായാലും കയ്യാബദ്ധത്തിലായാലും അദ്ദേഹം ഒരു കുട്ടിയെ കൊന്നിട്ടുണ്ടല്ലോ, അതിലാർക്കും സംശയമില്ലല്ലോ. അതിലാരും ഇന്ന് വരെ സംശയം പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഈ സൗദി അറേബ്യ പോലെയുള്ള ഗൾഫ് രാജ്യത്ത് ഈ ഹൗസ് ഡ്രൈവർ ജോലി എടുക്കുന്ന സമയത്ത് വളരെയധികം ക്ഷമയും സബൂറും വേണോ? ക്ഷമയും സബൂറും ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യുക, പറഞ്ഞ പണിയല്ല ഈ ഹൗസ് ഡ്രൈവർ പണി എന്ന് പറയുന്നത്. കാരണം ഒന്ന് എന്ന് പറഞ്ഞാൽ, എടുത്ത കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുത്തക്കേടിന്റെ അങ്ങേയറ്റമുള്ള കുട്ടികളാണ്. എല്ലാ അറാമർപ്പുള്ള കുട്ടികളായിരിക്കും ഇവിടുത്തെ കുട്ടികൾ. കാരണം വെച്ചാൽ അവരെ അങ്ങനെയാണ് വളർത്തിയത്. നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകും. അത് നമ്മൾ വിളിക്കുമ്പോൾ മാത്രമല്ല, അവരെ രക്ഷിതാക്കന്മാർ വിളിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കുട്ടികൾ. കാരണം അവർക്ക് നല്ല സുഖ സൗകര്യത്തോട് കൂടിയിട്ട് അവരെ വളർത്തുന്നതാണ്. നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ നമ്മളോട് 10 രൂപ ഐസ്ക്രീം മേടിച്ചു തരുമോ ചോദിച്ചാൽ നമ്മൾ പറയൂ ഇപ്പൊ പൈസ ഇല്ല, പിന്നെ വാങ്ങിത്തരാതെ. എന്നാൽ കുട്ടികൾ മിണ്ടാണ്ടെടുക്കും. അങ്ങനെ നല്ല ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കും. 5 വയസ്സുള്ള കുട്ടിന്റെ കൈമലല്ലോ എന്ന് വെച്ചാൽ ഐഫോണാണ്. നമ്മളൊക്കെയുള്ള കുട്ടികൾക്ക് സ്വപ്നം കാണാൻ വേണ്ടി പറ്റൂല. ഇതാണ് ഇവിടുത്തെ ജീവിത രീതി. അവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ നല്ല ക്ഷമയും സബൂറോട് കൂടിയിട്ട് ജോലി ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഫീലിന്റെ മോനെ എന്തോ അബദ്ധത്തിൽ കൈനെ കൊണ്ട് അടിക്കാനും ചെയ്ത് അദ്ദേഹം അങ്ങനെ മരണപ്പെട്ടു. അതിലെ കേസിലെ പ്രതിയാണല്ലോ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണല്ലോ. അദ്ദേഹത്തിന് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം. അപ്പ അതെല്ലാം നല്ല തന്നെയാണ്. പക്ഷെ ഓവറാകുമ്പോൾ ഇതിലൊന്നും രസമില്ല. പിന്നെ എനിക്കൊരു സംശയം വെച്ചാൽ, ഇനി ഇദ്ദേഹത്തെ വലിയ ഔലിയ ഷെയ്ഖാറ്റാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുമ്പ് ഒരുത്തരില്ലേനാ, ഒരുത്തൻ നടന്നിട്ട് അജിന് പോയ ഭയങ്കര ബിസിനസ് മൈൻഡുള്ള മനുഷ്യനാ. കാരണം യൂട്യൂബ് ചാനൽ ആദ്യം തുടങ്ങി വെച്ച്, അതിനുശേഷം മാധ്യമങ്ങളെല്ലാം വിളിച്ചറിയിച്ച് ഞാനിങ്ങനെ നടന്നിട്ടുണ്ട് അജിന് പോകുന്നതെന്ന്. അങ്ങനെ അജിന് പോകാൻ തുടങ്ങി. പാട്ടെല്ലാം നിങ്ങളൊന്ന് ഓർമ്മിച്ചൊക്കെ. അദ്ദേഹം ഇപ്പൊ ഉത്തരേന്ത്യ സംസ്ഥാനത്ത് വലിയ ഷെയ്ഖാ പോലും. അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് മുത്തുന്നു, കൈ പിടിച്ച് മുത്തുന്നു, വെള്ളം മന്ത്രിച്ചു കൊടുക്കുന്നു. എന്നാണ് അദ്ദേഹത്തിന്റെ പവർന്ന നടന്നിട്ട് ഹജ്ജിന് പോയി. എന്നാൽ എത്രയൊക്കെ ആയിരം ആൾക്കാർ നടന്നിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട്. ഇതാരെങ്കിലും പറയുന്നുണ്ടാ? എന്നാൽ ഇതേപോലെ ആക്കി തീർക്കാനുള്ളൊരു വഴി കൂടിയാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയൊന്നും ആക്കി തീർക്കറപ്പോ അതല്ല മോശമല്ലേ? ഇനിയിപ്പോ ഇത് ഞാൻ പറയും എന്ത് ചെയ്യൂ, പലരും വന്നിട്ട് പറയും നീ സംഖ്യാന്ന് പറയും. പൊന്നുപോലത്തെ മക്കളെ, എന്നെ നിങ്ങൾ ഇനി സംഖ്യ ആക്കാനേ ബാക്കിയുള്ളൂ. ഇനി ഒന്നും ബാക്കിയില്ല. എല്ലാം ആക്കേണ്ടി എല്ലാം ആക്കി. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം വേറെ അന്നെ ആക്കാൻ ബാക്കിയൊന്നും ഇല്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഇനി SNDP ഷാഖാ പ്രസിഡന്റ് ആണെന്നാണ്. മിന്നാന്ന് പറഞ്ഞ NSSന്റെ കരയോഗം പ്രസിഡന്റ് ആണെന്നാണ്. ഇനി ആക്കാൻ ബാക്കിയൊന്നുമില്ല, എല്ലാം ആക്കി തീർന്നു. ഇനിയിപ്പോ നിങ്ങൾ RSS ഇത് പറഞ്ഞതിന്റെ പേരിൽ RSS ആക്കുന്ന അവൻ കൂടി ആയിക്കോ. അതിലൊന്നും വിഷയമില്ല. ഇത് പറയേണ്ട പറഞ്ഞേ ഉള്ളൂ. ഒന്നും ഓവറാകരുത്. എല്ലാത്തിനും അതിന്റേതായ ഇത് വേണം.